സർവശക്തനായ ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും പ്രഭാതവന്ദനം. മത്തായി സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പീലാത്തോസ് അവരോട് ചോദിച്ചു, അവൻ ചെയ്ത ദോഷം എന്ത് എന്ന്. അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കണം എന്ന്. ഏറ്റവും നിലവിളിച്ച് പറഞ്ഞു എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം? നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യഹൂദന്മാരോട് വലിയ കോപം നമുക്ക് വരാണ്. ഇത്ര കഠിനമായി അവരിങ്ങനെ വിളിച്ചു പറയുന്നതിന്റെ കാരണം. ഇവിടെ ഒരു ചോദ്യം നമുക്ക് ഉണ്ട്. ചോദ്യം ഇവിടെ ഉണ്ട്. പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം ക്രിസ്തു യാഗമായി തീരുക എന്നുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തന്നെ നമുക്ക് യഹൂദന്മാരോട് അടങ്ങാത്ത ഒരു കോപവുമുണ്ട്. ദൈവത്തിന്റെ ജനമേ, പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാൻ തന്നെയാണ് പുത്രൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മനുഷ്യാവതാരത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ പിതാവാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറുക എന്നുള്ളതാണ്. അപ്പോൾ യഹൂദന്മാർ അതിനെ പിൻബലമായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനായി മനുഷ്യാവതാരമെടുത്ത കർത്താവ് എന്തായിരുന്നു ദൈവത്തിന്റെ ഇഷ്ടം? മാനവജാതിയുടെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ദൈവം തന്നെ സ്വയം മനുഷ്യരൂപം എടുത്ത് ഒരു കുഞ്ഞാടിന്റെ രൂപത്തിൽ വന്ന് യെരൂശലേം ദേവാലയത്തിൽ അറുക്കപ്പെടുന്ന ഒരാടിന് പകരമായി മാനവജാതിയുടെ പാപത്തിന് വേണ്ടി അറുക്കപ്പെട്ടു. അവന്റെ നിണം ചീന്തപ്പെട്ടപ്പോൾ ആ നിണത്തിൽ കൂടി മാനവജാതിക്ക് പാപമോചനമുണ്ട്. എങ്ങനെ? ക്രിസ്തുവിലുള്ള വിശ്വാസം. അതായത് അവന്റെ രക്തം ചീന്തിയത് കൊണ്ട് എനിക്ക് പാപമോചനമുണ്ടായി എന്ന് വചനം എന്നെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയും ആ വിശ്വാസം മൂലം എനിക്ക് പാപമോചനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിൽ പിന്നെയും പ്രകടമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, അവൻ ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. ദരിദ്ര കുടുംബത്തിലാണ്. സമ്പന്ന കുടുംബത്തിൽ, രാജകുടുംബത്തിൽ ജനിക്കാമായിരുന്നു. എവിടെ ജനിച്ചാൽ എന്താ? യാഗമായി തീർന്നാൽ മാത്രം പോരായിരുന്നു. അവന്റെ സമ്പന്ന കുടുംബത്തിൽ. പക്ഷേ ദൈവത്തിന്റെ തിരുവെഴുത്ത് വ്യക്തമാക്കുന്നു, നമ്മുടെ ദരിദ്രാവസ്ഥയ്ക്ക് ഒരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മുടെ സാമ്പത്തികമായ ദരിദ്രാവസ്ഥയ്ക്ക് ഒരു പരിഹാരം വരുത്തുവാൻ സമ്പന്നനായ ദൈവം ഒരു ദരിദ്രന്റെ രൂപത്തിലാണ് അവതരിച്ചത്. അതായത് ഒരു ദരിദ്ര കുടുംബത്തിൽ ദരിദ്രനായി അവതരിച്ചു. അതിന്റെ അർത്ഥം അവൻ സമ്പന്നനായിരുന്നിട്ടും ദരിദ്രനായി തീർന്നത് നിന്റെ ദാരിദ്ര്യം മാറി നീ സമ്പന്നനാകുവാൻ വേണ്ടിയിട്ട് തന്നെ. അതാണ് തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. അപ്പോൾ അവൻ ദരിദ്രനായി തീർന്നത് കൊണ്ട് അവന്റെ ദാരിദ്ര്യത്തിൽ കൂടി എന്റെ ദാരിദ്ര്യം മാറിപ്പോകുമെന്ന് വിശ്വാസത്തോടെ ഒരു ദൈവത്തിന്റെ പൈതൽ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ പൈതലിന്റെയും ജീവിതത്തിൽ എന്ത് സംഭവിക്കും? അവന്റെ ദരിദ്രാവസ്ഥയ്ക്കും അവന്റെ ശൂന്യാവസ്ഥയ്ക്കും വ്യത്യാസം വരുവാൻ കൊണ്ടിവിടെയാകും. അതേപോലെ തന്നെ ക്രൂശിക്കപ്പെടുവാനായി ഒരുക്കപ്പെട്ട് നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ റോമന്റെ നിയമപ്രകാരം ചാട്ടവാറ് കൊണ്ട് അടിക്കുവാൻ നിയമം അനുവദിക്കുന്നില്ല. പക്ഷേ ഇവിടെ യേശു കർത്താവിനെ എന്ത് ചെയ്തു? ചാട്ടവാറ് കൊണ്ട് അടിക്കുവാൻ കൊണ്ടിവിടെയായി. അതിന്റെ കാരണം പ്രവാചകന്മാർ കർത്താവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ പ്രസ്താവിക്കുവാൻ കൊണ്ടിവിടെയായി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. അപ്പോൾ ആ ചാട്ടവാറ് കൊണ്ടുള്ള അടിപ്പിണരുകൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായതിന്റെ കാരണം മാനവജാതിയുടെ രോഗത്തിന് സൗഖ്യം വരുത്തുവാനാണ്. അപ്പോൾ പാപമോചനം വിശ്വാസത്താൽ പ്രാപിച്ചു പാപമോചിക്കപ്പെട്ടു. അവന്റെ ദാരിദ്ര്യത്തിൽ നമ്മുടെ ദാരിദ്ര്യം മാറുമെന്ന് വിശ്വസിച്ച് നമ്മുടെ ദാരിദ്ര്യം മാറ്റപ്പെട്ടു. അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിച്ച് നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി നിൽക്കുന്ന രോഗാവസ്ഥയിൽ നിന്നും നമുക്ക് വിടുതൽ നേടുവാൻ കൊണ്ടും കഴിയുന്നുണ്ട്. അപ്പോൾ കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം ഒന്ന്, പാപമോചനം. വിശ്വാസത്താൽ നമ്മളത് പ്രാപിച്ചിരിക്കുന്നു. രണ്ട്, അവന്റെ ദാരിദ്ര്യത്തിൽ നമ്മുടെ ദാരിദ്ര്യം നീങ്ങിപ്പോയി നാം സമ്പന്നരായിത്തീരുന്നു. വിശ്വാസത്താൽ നാം അത് പ്രാപിക്കണം. മൂന്ന്, അവന്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യമുണ്ട്. രോഗത്തിന്റെ ഡോക്ടർമാർക്ക് വരുത്തുവാൻ കഴിയാത്ത സൗഖ്യം കർത്താവിന്റെ അടിപ്പിണരിൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. നിശ്ചയം വിശ്വാസത്താൽ നമുക്ക് പ്രാപിക്കാം. നീ വിശ്വസിച്ചാൽ നിന്റെ ജീവിതത്തിൽ നിനക്കത് ലഭ്യമാകുമെന്ന് കർത്താവിന്റെ വചനം നമുക്ക് വ്യക്തത തരുന്നത് കൊണ്ട് ദൈവത്തിന്റെ പൈതലേ, ലോകത്തിന്റെ ചിന്തയിലേക്ക്, ലോകത്തിന്റെ ബുദ്ധിയിൽ ഊന്നാതെ ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശുവിനെ പോലെ
അതുപോലെ കർത്താവിൽ കൂടെ നിനക്ക് എന്ത് ലഭിച്ചു എന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. ആ മാർമികമായത് മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചത് പ്രാപിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ 3 കാര്യങ്ങൾ നമുക്ക് ക്രിസ്തുവിന്റെ യാഗത്തിൽ കൂടി, മനുഷ്യാവതാരത്തിൽ കൂടി നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ.